പാർലമെന്റിന്റെ വിവിധ വിഷയങ്ങൾ ഉയർത്തി ഇന്നും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. പഹൽഗാം ഭീകരാക്രമണം, ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ 2 ദിവസങ്ങളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത്. ജിഷ്ണു, ഈ വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഏത് വിഷയങ്ങളും ചർച്ച ചെയ്യാം, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിലും പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണമാണെങ്കിലും ഇത്തരം വിഷയങ്ങളിലൊക്കെ ചർച്ചയാകാമെന്ന് പ്രധാനമന്ത്രിയും പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവും എല്ലാം പറയുന്നുണ്ട്. എന്നിട്ടും എന്താണ് പ്രതിപക്ഷത്തിന്റെ പ്രശ്നം? ഗൗതം, ഇന്ന് വർഷകാല സമ്മേളനത്തിന്റെ 3ാം ദിവസമാണ്. പാർലമെന്റിൽ ഇന്നും വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കാനും സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുമുള്ള ഒരു നീക്കത്തിലേക്കാണ് പ്രതിപക്ഷം പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ വിവിധ വിഷയങ്ങൾ, അത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അന്വേഷണം, ഇതിലെല്ലാം വിശദമായ ഗൗരവമുള്ള ക്രിയാത്മകമായ ചർച്ചകൾ പാർലമെന്റിൽ നടക്കണം, അത് ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കിരൺ റിജിജുവും ഉൾപ്പെടെയുള്ളവർ പാർലമെന്റ് നടപടികൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് നടത്തിയിട്ടുള്ള പ്രതികരണത്തിലും ഒപ്പം സർവകക്ഷി സമ്മേളനത്തിലും വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 2 ദിവസം പക്ഷേ പാർലമെന്റിന്റെ നടപടികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നു, ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഏത് വിഷയത്തിലും നമുക്കിപ്പോൾ ചർച്ച നടത്താം, വിഷയം ഏതാണെന്ന് പ്രതിപക്ഷം തീരുമാനിക്കും, നമുക്ക് ചർച്ച നടത്താം, അതിന് കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ആ ഒരു സമയത്ത് ചർച്ചയ്ക്ക് തയ്യാറാകാതെ വീണ്ടും പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെയും സീറ്റിൽ പോയിരിക്കും, ചർച്ചയ്ക്കുള്ള അവസരമാണ് എന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടിട്ടും അത് ഉൾക്കൊള്ളാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയുമാണ് പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. അതായത് ഒരു വശത്ത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുക, ചർച്ചയ്ക്ക് തയ്യാറാണ്, ചർച്ച നടത്താമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ ആ ചർച്ചയ്ക്ക് അവസരം നൽകാതെ പാർലമെന്റിന്റെ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് സഭ പിരിച്ചുവിടുന്നതുവരെ, അല്ലെങ്കിൽ സഭാ നടപടികൾ അധ്യക്ഷൻ നിർത്തിവെക്കുന്നതുവരെ ആ പ്രതിഷേധങ്ങൾ അതിരുവിട്ടുകൊണ്ട് തുടരുക എന്ന നിലപാടാണ് ആ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വരെയും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്നലെ കേന്ദ്രമന്ത്രിമാർ ഈ വിഷയം നമുക്ക് പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതോടുകൂടി ഇന്ന് ഈ വിഷയങ്ങളിലെല്ലാം പ്രധാനമന്ത്രി തന്നെ മറുപടി പറയണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷ നീക്കം. ഒപ്പം ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അന്വേഷണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ പ്രതിപക്ഷ കക്ഷി നേതാക്കൾ രാജ്യസഭയിലും ലോക്സഭയിലും ഇന്ന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് വിവിധ വിഷയങ്ങളിൽ ഇന്നലെ അർജുൻ റാം മേഘ്വാൾ തന്നെ ചൂണ്ടിക്കാട്ടിയത് സഭയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ചട്ടങ്ങളുണ്ട്, ആ ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് വിവിധ സമയങ്ങളിൽ ഒരു വിഷയത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുന്നില്ല, ഒരു വിഷയവും ചർച്ച ചെയ്യാതെ പോകുന്നില്ല. പക്ഷേ സഭയുടെ ചട്ടങ്ങൾ അനുസരിച്ച് പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യും എന്ന് വളരെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിന് വഴങ്ങാതെ സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ കുറച്ച് സമ്മേളന കാലയളവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് അത് ചർച്ചയ്ക്ക് വരാനുള്ള സമയമോ അവസരമോ നൽകാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക, മാധ്യമ ശ്രദ്ധ നേടുക, തുടർന്ന് പാർലമെന്റിന്റെ കവാടത്തിൽ പ്രതിഷേധം നടത്തുക, പിരിഞ്ഞു പോവുക, ഈ ഒരു നടപടിയാണ് കഴിഞ്ഞ കുറച്ച് സമ്മേളനങ്ങളായി പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിൽ നടത്തുന്നത്. രാജ്യത്തിന്റെ മുൻപോട്ട് പോക്കിനുതകുന്ന ഗൗരവമുള്ള ക്രിയാത്മകമായ ചർച്ചകൾ നടക്കണമെന്നും രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും രാഷ്ട്രത്തിന് വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ആഹ്വാനം ചെയ്യുമ്പോഴാണ് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷ നിലപാട് തുടരുന്നത്. ഗൗതം, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 3ാം ദിവസവും വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധിച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ദിവസവും പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ആലോചിക്കുന്നു എന്നാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.